ലാലേട്ടനും ബിഗ് ബോസും ഒരു കണ്ണുകൊണ്ട് മാത്രമാണോ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, ലാലേട്ടൻ ഋഷിയെ വാൺ ചെയ്യേണ്ടതാണ്, ഋഷി ഉപയോഗിക്കുന്ന ഭാഷകളെ കുറിച്ച് പറയേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ജാസ്മിനെ പറഞ്ഞിട്ടില്ല? ജാസ്മിനെ എല്ലാ ആഴ്ചയിലും പറയുന്നുണ്ടെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് വാൺ ചെയ്യേണ്ടേ, അതല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കണ്ടേ? കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ജാസ്മിൻ നോറയെ ഫേവർ ചെയ്തിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസും സംസാരിക്കുന്നത്. കാരണം എഡി എന്ന് വിളിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഋഷിക്ക് ഒട്ടും റെസ്പെക്ട് ഇല്ല എന്നാണ് ലാലേട്ടൻ ഇന്നലെ പറയുന്നത്. പക്ഷേ ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ഫൈറ്റിനിടയിൽ ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചിട്ടുള്ളത് ജാസ്മിൻ അല്ലേ? കാരണം പോടോ താൻ പോടോ, ആ രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ പോടാ കള്ള, താൻ പെരും കള്ളനല്ലേ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അവിടെ ഏറ്റവും ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറുന്ന, അത് ആരോടാണേലും അങ്ങനെ പെരുമാറുന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഉള്ളത്. അതിലൊന്നാണ് ജാസ്മിൻ, മറ്റൊന്ന് ഗബ്രി ആയിരുന്നു. ഗബ്രി പുറത്തായി. ഇപ്പൊ ജാസ്മിൻ ആ ഒരു നിലവാരം ഇപ്പോഴും മാറ്റിയിട്ടില്ല. കാരണം ഈ ആഴ്ച തന്നെ ഫൈറ്റിൽ വളരെ മോശപ്പെട്ട വേർഡുകളും വളരെ ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് ജിൻഡോയോട് പെരുമാറിയിട്ടുള്ളത്. ആ കാര്യം ലാലേട്ടൻ പറയുന്നില്ല. അതല്ലെങ്കിൽ ഋഷിയോട് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയണം. ഋഷിയോട് മാത്രമല്ല, അവിടെ മറ്റു ചിലരും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടിയാണെന്നെങ്കിലും പേരെടുക്കാതെയെങ്കിലും പറയണ്ടേ? ഇവിടെ വളരെ ടാർഗറ്റഡ് ആയിട്ട് അൻസിബയും ഋഷിയും ഒതുക്കിയതുപോലെ തോന്നിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.